ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 32 1 2 ഇങ്ങനെ വായിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാകുന്നു ഭാഗ്യവാൻ? കർത്താവിന്റെ വചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ വ്യക്തിയെ വിളിക്കുന്ന പേരാകുന്നു ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാകുന്നു ഭാഗ്യവാൻ. അതെ, നമ്മുടെ ലംഘനം ക്ഷമിച്ചതിനായിട്ട്, നമ്മുടെ പാപം മറച്ചു കിട്ടിയതിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ. അതെ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായില്ല എങ്കിൽ നമുക്ക് ഈ ലംഘനം, ഈ പാപം മറച്ചു കിട്ടത്തില്ലായിരുന്നു. എന്നെ നിങ്ങളെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടത്രേ ഇന്ന് ഈ പകലിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായി തീർന്നത്. അവൻ നമുക്ക് വേണ്ടി ചിന്തിയ രക്തം, അതെ, നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ അകൃത്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലായി യേശു ക്രൂശിൽ യാഗമായി. അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി പറഞ്ഞാട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ഗിൽറ്റി ഫീലിങ്ങോടെ ആരെങ്കിലും ഈ ദൂത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പാപത്തിന്റെ അധീനതയിൽപ്പെട്ട് ഈ ദൂത് കേൾക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പാപത്തിന്റെ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഇന്ന് പകലിൽ നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടത്രേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത്. ഇതൊരു ആക്സിഡന്റലി കേൾക്കുവാൻ ഇടയായതല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, യാദൃച്ഛികമായിട്ടല്ല നിങ്ങളിത് കേൾക്കുന്നത്. അതെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ ഈ സ്നേഹത്തിലേക്ക്, ഈ കൃപയിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ആ ശബ്ദം കേട്ട് ആ കൃപയിലേക്ക് ഒന്ന് അടുത്തു വരാവോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവരാ ദൈവത്തെ കാണുന്നത്. അതെ, ഹൃദയത്തിന് ശുദ്ധിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കത്തില്ലെന്നാ കർത്താവിന്റെ വചനം പറയുന്നത്. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അവൻ ഹിമം പോലെ വെളുപ്പിക്കും. അതെ, യേശുപ്പൻ ഹിമം പോലെ വെളുപ്പിക്കും. നിങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ മതി. ദൈവത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാട്ടെ. മനുഷ്യനോട് ഏതെങ്കിലും മേഖലകൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മനുഷ്യനോട് ഏറ്റുപറഞ്ഞാട്ടെ. എന്ത് തന്നെയായിരുന്നാലും യേശുപ്പൻ ക്ഷമിക്കുവന്നേ. യേശുപ്പൻ ക്ഷമിച്ച് ഈ കൃപയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതെ, ദൈവം നോക്കുന്നത് നമ്മുടെ പശ്ചാത്താപ ഹൃദയമാണ്. ദൈവസന്നിധിയിൽ കരച്ചിലോടെ, ആ പശ്ചാത്താപ ഹൃദയത്തോടെ അരികിലേക്ക് കടന്നു വരുന്നെങ്കിൽ എന്നെയും നിങ്ങളെയും ആ ഭാഗ്യ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരും. നിശ്ചയമായിട്ടും. നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും രഹസ്യ പാപത്തിലോ അല്ലാതെ ഏതെങ്കിലും പാപത്തിൽ വലിയ വീഴ്ചകൾ വന്നുപോയി ഏതെങ്കിലും പാപത്തിന് അടിമകളായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവരെ വിടുവിക്കണമേ. സ്വർഗം ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വാതന്ത്ര്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹത്തിന്റെ പദവിയിലേക്ക്, ഈ അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി. സകലമാനവും മൊത്തം കർത്താവ് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെ എന്ത് ചെയ്യും? സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.